ഹലോ, അപ്പം സമയം ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. 1:30ക്കാണ് നമുക്ക് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാസർഗോഡേക്ക് ട്രെയിൻ ഉള്ളത്. ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകാൻ പോവാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ അമ്മയുണ്ട്. അമ്മയുടെ അമ്മേനെ ഞാൻ അമ്മയും തന്നെയാണ് വിളിക്കുന്നത്. അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ട്രെയിൻ മിസ്സാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ വലിയച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അച്ഛൻ്റെ ചേട്ടനാട്ടോ. അപ്പോൾ വലിയച്ഛനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ട്രെയിനിൽ കയറി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് 1-2 ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ട്രെയിനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മളൊന്നും തന്നെ കഴിക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ബിസ്ക്കറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിരുന്നിട്ടാണ് കേട്ടോ പോയത്. നമുക്ക് അറൗണ്ട് ഒരു 8 to 9 hours ട്രാവലുണ്ട് കാസർഗോഡ് വരേക്കും. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഭാരതപ്പുഴയുടെ വ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അവർ കുറച്ച് നാൾ ഭാരതപ്പുഴയുടെ അടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മ എൻ്റെ മടി കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ആ നേരം കൊണ്ട് തന്നെ ഞാനൊരു പൊട്ടറ്റോ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സമയം ഒരു 7 മണിയായി. അമ്മ ഉണർന്നു. പുറത്ത് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. AC കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് അകത്തും ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടീനെ മേടിച്ചല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മ എന്നെയും ചിരിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു മാംഗോ കേക്ക് കേട്ടോ. എൻ്റെ അമ്മ ഒരു ഹോം ബേക്കറാണ്. അപ്പോൾ പിള്ളേർക്ക് വേണ്ടി അമ്മ കേക്ക് കയ്യിൽ തന്നുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഒത്തിരി നേരമായിട്ടോ. നമ്മൾ ഒത്തിരി നേരം അവരെ വെയിറ്റ് ചെയ്തിരുന്നു. കാരണം കുഞ്ഞിൻ്റെ ഒരു പ്രോഗ്രാം സ്കൂളിൽ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അവരെയും കാത്തിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ.